പാചകവാതക ക്ഷാമം ഹോട്ടൽ വ്യവസായത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് ഉടമകൾ എത്തുകയാണ്. അയൽ സംസ്ഥാനത്ത് നിന്നെത്തി ഹോട്ടലുകളിൽ തൊഴിലെടുത്തിരുന്നവർ ജോലി ഇല്ലാതായതോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഭക്ഷണ കാര്യത്തിൽ ഉറപ്പ് നൽകാൻ കഴിയാത്തതിനാൽ ടൂറിസം മേഖലയിൽ മുൻകൂട്ടിയുള്ള റൂം ബുക്കിംഗിനെയും പാചകവാതക ക്ഷാമം പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. അമേരിക്ക ഇറാൻ യുദ്ധത്തെ തുടർന്നുണ്ടായ പാചകവാതക ക്ഷാമം ഹോട്ടൽ വ്യവസായത്തിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. പാചകവാതകം ഇല്ലാതായതോടെ കൂടുതൽ ഹോട്ടലുകൾ അടച്ചിടേണ്ട സാഹചര്യത്തിലേക്ക് ഉടമകൾ എത്തി. സ്റ്റോക്ക് ഉണ്ടായിരുന്ന പാചകവാതകം തീരുന്നതാണ് പ്രതിസന്ധി. അയൽ സംസ്ഥാനത്തു നിന്നെത്തി ഹോട്ടലുകളിൽ തൊഴിലെടുക്കുന്നവർ ജോലി ഇല്ലാതായതോടെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പാചകവാതക ക്ഷാമം പരിഹരിച്ച കട തുറക്കുമ്പോൾ തൊഴിലാളികളെ കിട്ടാനില്ലാതെ വരുമോ എന്ന ആശങ്കയും ഹോട്ടൽ ഉടമകൾ പങ്കുവയ്ക്കുന്നു. ഈ വ്യവസായം മുന്നോട്ട് പോകാൻ ഒരു വിധത്തിലും കഴിയാത്തവണ്ണം ആയിത്തീർന്നിരിക്കുകയാണ്. മിക്കവാറും ഒരു 80% ഹോട്ടലുകളും അടഞ്ഞ നിലയിലാണ്. ഓടിപ്പോകുന്നത് തന്നെ പരിമിതമായ മെനു വെച്ചാണ് ഓടിക്കുന്നത്. വിറകൊക്കെ ഉപയോഗിക്കാനുള്ള പരിമിതികളുണ്ട് പല ഹോട്ടലുകൾക്കും. ആ നിലയ്ക്ക് ഈ വ്യവസായം വളരെ പ്രതിസന്ധിയിലാണ്. തുറന്നു പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകളും വിഭവങ്ങളുടെ എണ്ണം ചുരുക്കി. പല ഹോട്ടലുകളിലും ഉച്ചയൂണ് ലഭ്യമല്ല. അൽഫാം, ഷവർമ പോലുള്ള വേവ് കൂടിയ വിഭവങ്ങൾ പാടെ നിർത്തി. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയതോടെ ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഹോട്ടലുകളെ മാത്രം ആശ്രയിക്കുന്നവരും പ്രതിസന്ധിയിലായി. ഭക്ഷണം വിറകിൽ വേവിക്കാമെന്ന് വെച്ചാൽ വിറകിന് വില കൂടിയതിനൊപ്പം ലഭ്യത കുറവുമുണ്ട്. പല ഹോട്ടലുകളും അടച്ചതോടെ ഉടമകൾക്കൊപ്പം തൊഴിലാളികളുടെയും വരുമാനം നിലച്ചു. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മധ്യവേനലവധി ആരംഭിച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകും. ഭക്ഷണ കാര്യത്തിൽ ഉറപ്പ് നൽകാൻ കഴിയാത്തതിനാൽ ടൂറിസം മേഖലയിൽ മുൻകൂട്ടിയുള്ള റൂം ബുക്കിംഗിനെയും പാചകവാതക ക്ഷാമം പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി.